എല്ലാവർക്കും നമസ്കാരം. അസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം. സമ്പൂർണ്ണ വാരഫലം ജൂൺ 23 മുതൽ 28 വരെ. മേടക്കൂറ് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ കാൽഭാഗവും മിഥുനമാസത്തിന്റെ പകുതിയിലേക്ക് അടുക്കുന്ന ഈ ആഴ്ച മേടക്കൂറുകാർക്ക് പൊതുവെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടുതൽ യാത്ര വേണ്ടി വന്നേക്കും. ജോലി രംഗത്ത് ആരോപണങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. മക്കളിൽ നിന്ന് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഇടവക്കൂറ് കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിന്റെ പകുതിയും. ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ മനസ്സിന് സ്വസ്ഥത ലഭിക്കും. ദൈവാനുഗ്രഹത്താൽ കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി രംഗത്ത് സ്വസ്ഥത നിലനിർത്താൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും. മിഥുനക്കൂറ് മകയിരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും. മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങിയതിനാൽ ഈ ആഴ്ച മനസ്സിന്റെ സ്വസ്ഥത കുറയും. കുടുംബകാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല. ജോലി കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. കർക്കിടകക്കൂറ് പുണർദത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും. കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമശനി അവസാനിച്ചതിനാൽ ജോലി രംഗത്തെ പ്രതിസന്ധിയിൽ നിന്ന് മോചനം ലഭിക്കും. കുടുംബകാര്യങ്ങൾ കൂടുതൽ അനുകൂലമായിരിക്കും. ബിസിനസ്സുകാർ വരുമാനത്തിൽ വർധനയുണ്ടാകും. ചിങ്ങക്കൂറ് മഖവും പൂരവും ഉത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും. ചിങ്ങക്കൂറുകാർക്ക് കഴിഞ്ഞ ആഴ്ചകളിലെ പോലെ നല്ല ഫലങ്ങൾ തുടരും. ജോലിക്കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും. കന്നിക്കൂറ് ഉത്രത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തം ചിത്തിര ആദ്യത്തെ പകുതിയും. കന്നിക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങിയതിനാൽ ഈ ആഴ്ച മനസ്സിന് സ്വസ്ഥത കുറയും. ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. കുടുംബത്തിൽ സ്വസ്ഥത വീണ്ടെടുക്കാൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. തുലാക്കൂറ് ചിത്തിര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും. തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ അനുകൂലമാകും. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബപരമായ കാര്യങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ സംഭവിക്കും. വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും. വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനി തീർന്നതിനാൽ ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങളാണ് അനുഭവപ്പെട്ടേക്കുക. ജോലി രംഗത്ത് വലിയ പ്രതിസന്ധികൾക്കൊന്നും സാധ്യത കാണുന്നില്ല. പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തിക ബാധ്യത കുറെയൊക്കെ തീർക്കാൻ സാധിക്കും. ധനുക്കൂറ് മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും. ധനുക്കൂറുകാർക്ക് കണ്ടകശി തുടങ്ങിയതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ആഴ്ചയുടെ പകുതിക്ക് ശേഷം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിച്ചേക്കും. ജോലിക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. മകരക്കൂറ് ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും. മകരക്കൂറുകാർക്ക് 7 ശനി തീർന്നതിനാൽ ഈ ആഴ്ച നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ അനുകൂലമാകും. ജോലിക്കാര്യങ്ങളിൽ ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കാൻ സാധിക്കും. ജോലി രംഗത്ത് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് കുറെയൊക്കെ കരകയറാൻ സാധിക്കും. കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയും പൂരിട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും. കുംഭക്കൂറുകാർക്ക് 7 ശനി തുടങ്ങുന്നതിനാൽ ജാഗ്രത വേണം. ഏതായാലും ഈ ആഴ്ച ഇടപെടുന്ന കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബകാര്യങ്ങളിലും ജോലി രംഗത്തും സ്വസ്ഥത നിലനിർത്താൻ സാധിച്ചേക്കും. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കും. ഇടയ്ക്കിടെ ചെറിയ തോതിൽ തലവേദന അനുഭവപ്പെട്ടേക്കും. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്തരട്ടാതിയും രേവതിയും. മീനക്കൂറുകാർക്ക് ജന്മശനി ആരംഭിച്ചതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. വീട്ടുയാത്ര വേണ്ടിവരും. കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും. വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും.
എല്ലാവർക്കും നന്ദി. കൂടുതൽ വീഡിയോസിനായി അസ്ട്രോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.